നമസ്കാരം. കള്ളപ്പണ ഇടപാട് ആരോപിച്ച് കഴിഞ്ഞ 6 മാസക്കാലമായി ജയിലിലടച്ച ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ മന്ത്രി സഞ്ജയ് സിംഗിനെ തെളിവില്ലെന്ന് കണ്ട് സുപ്രീം കോടതി ജാമ്യം കൊടുത്തിരിക്കുന്നു. ജാമ്യാപേക്ഷ പരിഗണിച്ച സുപ്രീം കോടതി എടുത്തു പറഞ്ഞിരിക്കുന്നത് PMLA ആക്ടിൻ്റെ 45-ാം വകുപ്പ് അനുസരിച്ച് ജാമ്യം കൊടുക്കണമെങ്കിൽ ഒന്നുകിൽ EDയുടെ അഭിഭാഷകൻ എതിർക്കാൻ പാടില്ല, അതിനനുകൂലിക്കണം, അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമാണ് ആരോപണമെന്ന് കോടതിക്ക് ബോധ്യപ്പെടണം. രണ്ടാമത്തെ മാർഗം കോടതി തിരഞ്ഞെടുത്താൽ കേസിൻ്റെ ഭാവിയെ തന്നെ അത് ബാധിക്കുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകിയപ്പോൾ EDക്ക് ജാമ്യം കൊടുക്കുന്നതിൽ പരാതിയില്ല എന്ന് അസിസ്റ്റൻറ്റ് സോളിസിറ്റർ ജനറൽ SV രാജു കോടതി മുമ്പാകെ എഴുതി അറിയിച്ചപ്പോഴാണ് ശ്രീ സഞ്ജയ് സിംഗിന് ജാമ്യം കൊടുത്തിരിക്കുന്നത്. നോക്കണം, ഒരു സംസ്ഥാനത്തിൻ്റെ മന്ത്രിയെ 6 മാസക്കാലമായി രാഷ്ട്രീയ വിരോധത്തിന് BJPയുടെ രാഷ്ട്രീയ എതിരാളിയായി എന്നതിൻ്റെ പേരിൽ തുറുങ്കിലടച്ചിരിക്കുകയാണ്. യാതൊരു തരത്തിലുള്ള തെളിവുകളുടെയും പിൻബലമില്ലാതെ BJPക്കെതിരെ ശബ്ദിക്കുന്ന ആളുകളെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കുകയും അവരുടെ 6 മാസക്കാലം ജയിലിലടച്ചുകൊണ്ട് പീഡിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും അതിനു മുമ്പ് മനീഷ് സിസോദിയെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഒരു ഭാഗത്ത് രാഷ്ട്രീയ എതിരാളികളെ മത്സരിച്ച് പിടികൂടി ജയിലിൽ അടയ്ക്കുന്ന ആളുകൾ BJPയിലേക്ക് രാഷ്ട്രീയ ചാഞ്ചാട്ടം നടത്തിയ ആളുകളുടെ കാര്യത്തിൽ എന്തു ചെയ്തു എന്നാണ് ഇന്നത്തെ വീഡിയോ പ്രധാനമായും പരിശോധിക്കുന്നത്. നമുക്ക് ആ വഴിക്കൊന്ന് സഞ്ചരിക്കാം. NCPയുടെ നേതാവും മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയുമായ അജിത് പവാർ പ്രതിയായ മഹാരാഷ്ട്ര സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് കേസിൽ ആ കേസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, അജിത് പവാർ NCP വിട്ട് NDA പക്ഷത്തേക്ക് ചേരുകയും NCPയെ തന്നെ നാമാവശേഷമാക്കുകയും ചെയ്ത് ആ പേര് തന്നെ കൈവശപ്പെടുത്തി അവരുടെ ചിഹ്നവും കൈവശപ്പെടുത്തി NDAയുടെ പക്ഷം ചേർന്നപ്പോൾ ആ കേസ് ആഗസ്റ്റ് മാസം 2019 രജിസ്റ്റർ ചെയ്ത കേസ് 2019 ആഗസ്റ്റ് മാസത്തിൽ മുംബൈ പോലീസിൻ്റെ എക്കണോമിക് ഒഫൻസ് വിങ് രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് ഒക്ടോബർ 2020 ED ഏറ്റെടുക്കുകയും ഏപ്രിൽ 2022 ED ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത കേസ് ഇപ്പോൾ എന്താണ് അതിൻ്റെ അവസാനത്തെ സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ ED ആ കേസ് ക്ലോഷർ റിപ്പോർട്ട് ഫയൽ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഗുരുതരമായ കേസെന്ന് പറഞ്ഞുകൊണ്ട് EDയും മഹാരാഷ്ട്ര പോലീസിൻ്റെ എക്കണോമിക് ഒഫൻസ് വിങ്ങും ഒക്കെ തന്നെ തുടങ്ങി വെച്ച കേസ് അജിത് പവാറും ചില പ്രതികളും NDA പക്ഷത്തേക്ക് മാറിയതോടുകൂടി ക്ലോഷർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു, കേസ് അവസാനിപ്പിച്ചിരിക്കുന്നു. മറ്റൊരു കേസ് പ്രഫുൽ പട്ടേൽ പ്രതിയായ കേസാണ്. ഇന്ത്യൻ എയർലൈൻസ് എയർ ഇന്ത്യ ലയനത്തോടനുബന്ധിച്ചുകൊണ്ട് ലാഭകരമായ എയർ ഇന്ത്യയുടെ റൂട്ടുകൾ സ്വകാര്യ കമ്പനികൾക്ക് കൈമാറിയെന്ന ആരോപണത്തെ തുടർന്ന് പ്രഫുൽ പട്ടേൽ പ്രതിയായിരിക്കുന്ന ഒരു കേസ് ED രജിസ്റ്റർ ചെയ്തു. അത് 2017 മെയ് മാസത്തിൽ CBI ഫയൽ ചെയ്ത കേസിൽ അതിൻ്റെ FIR അതിൽ ED മെയ് 2019 മെയ് മാസത്തിൽ ED അതിൽ ചാർജ് ഷീറ്റ് കൊടുക്കുന്നു. ആ കേസ് 2023 ജൂൺ ആയപ്പോഴത്തേക്കും പട്ടേൽ NDAയിലേക്ക് കൂറുമാറ്റം നടത്തുന്നു. അങ്ങനെ ആ കൂറുമാറ്റം നടന്നതോടുകൂടി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പ്രഫുൽ പട്ടേലിനെതിരായ കേസ് ക്ലോഷർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. കോടതിയുടെ പരിഗണനയിലാണ്. കോടതി അത് അനുവദിക്കുന്നതോടുകൂടി NDAയിലേക്ക് മാറിയ പ്രഫുൽ പട്ടേൽ പണ്ട് ചെയ്ത അഴിമതി അല്ലാതായി മാറുക. മറ്റൊരു കേസ് ശിവസേന നേതാവായിരുന്ന പ്രതാപ് സർണയ്ക്ക് അദ്ദേഹത്തിൻ്റെ കേസ്, അദ്ദേഹം BJPയിലേക്ക് നേരെ BJPയുടെ പക്ഷത്തേക്ക് മാറിയ സമയത്ത് ആ കേസ് ശിവസേനയുടെ നേതാവായിരുന്ന പ്രതാപ് സർണയ്ക്കിൻ്റെ പേരിലുള്ള കേസ് ശിവസേനയിൽ നിന്ന് മാറി BJPയിലേക്ക് കൂറുമാറിയപ്പോഴത്തേക്കും ഇതിൻ്റെ കേസിൻ്റെ ഗുരുതര സ്വഭാവം എന്ന് വെച്ചാൽ അദ്ദേഹം നേരത്തെ ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയുടെ നേതാവായിരുന്നു. അദ്ദേഹം 2021 ഉദ്ധവ് താക്കറേക്ക് ഒരു കത്ത് എഴുതിയിരുന്നു. EDയുടെ ഹറാസ്മെൻറ്റ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും BJP പക്ഷത്തേക്ക് NDA പക്ഷത്തേക്ക് നമുക്ക് മാറണമെന്ന് ഇദ്ദേഹം ആവശ്യപ്പെടുകയും എന്നാൽ ഉദ്ധവ് താക്കറെ കൂറുമാറാതിരിക്കുകയും തുടർന്ന് കേസ് അവസാനിപ്പിക്കുകയാണ്. അതായത് ഈ കേസ് 2020 നവംബർ മാസത്തിൽ ED റെയ്ഡ് നടത്തി, മുംബൈയിൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തി. ജനുവരി 2021 മുംബൈ പോലീസിൻ്റെ എക്കണോമിക് ഒഫൻസ് വിങ് ക്ലോഷർ റിപ്പോർട്ട് കൊടുക്കുന്നു. 2022 ജൂൺ മാസത്തിൽ സർണൈക്ക് NDAയിലേക്ക് ചേരുന്നു, ഷിൻഡെ പക്ഷത്ത് NDAയിൽ ചേരുന്നു. 2022 സെപ്റ്റംബർ മാസത്തിൽ കോടതി ക്ലോഷർ റിപ്പോർട്ട് അവസാനിപ്പിച്ച് ഇദ്ദേഹത്തിനെതിരെ, അതായത് പ്രതാപ് സർണയ്ക്കിനെതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങളൊക്കെ തന്നെ ഇല്ല എന്ന് ED തന്നെ വരുത്തി വച്ചിരിക്കുന്നു. കാരണം അദ്ദേഹം NDA പക്ഷത്തേക്ക് ഷിൻഡെയുടെ ശിവസേന പക്ഷത്തേക്ക് കൂറുമാറി എന്നതാണ് പ്രധാന കാരണം.
മറ്റൊരു പ്രധാന കേസ് ഹേമന്ത് ബിശ്വ ശർമ്മ, ആസാമിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വ ശർമ്മക്കെതിരെ അന്നത്തെ ശാരദ ചിറ്റ് ഫണ്ടിലെ മുഖ്യ ആരോപണ വിധേയനായ സുദീപ് ദാസ് സെൻ, ഇദ്ദേഹത്തിന് കാശ് കൊടുത്തു എന്നുള്ളൊരു ആരോപണമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട് CBI റെയ്ഡ് നടത്തി. മാത്രമല്ല ഇദ്ദേഹത്തിന് മറ്റൊരു കേസ് കൂടെ ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേര് ലൂയിസ് ബർഗർ കേസ്. അത് ഗോവയിലെ ചില കോൺട്രാക്റ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ അഴിമതി നടത്തിയതിനുള്ള ഒരു ആരോപണത്തിന് കൂടെ ഈ കേസ് വിധേയനായിട്ടുണ്ട്. ഈ ഹേമന്ത് ബിശ്വ ശർമ്മ വിധേയനായിട്ടുണ്ട്. ഇദ്ദേഹം കോൺഗ്രസിൽ നിന്ന് നേരെ BJPയിലേക്ക് മാറുന്നു. ഈ കേസ് എന്ന് പറഞ്ഞാൽ ആഗസ്റ്റ് 2014 CBI ഇദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്യുന്നു. നവംബർ 2014 CBI ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു. ആഗസ്റ്റ് 2015 ഹേമന്ത് ബിശ്വ ശർമ്മ BJPയിൽ ചേരുന്നു. ഇപ്പോൾ ആ കേസിനെ സംബന്ധിച്ചിടത്തോളം കോൾഡ് സ്റ്റോറേജിലേക്ക് മാറ്റിയിരിക്കുന്നു. ഒരു അന്വേഷണവും ഇല്ലാതെ അവിടെ അവസാനിപ്പിച്ചു. അപ്പോൾ ഇത്രയും ഗുരുതരമായ ആരോപണം ആയതുകൊണ്ടാണ് വീടൊക്കെ റെയ്ഡ് ചെയ്തത്. പക്ഷേ കേസ് അവസാനിപ്പിച്ചു. കാരണം ഹേമന്ത് ബിശ്വ ശർമ്മ ഇപ്പോൾ BJP ആണ്. മറ്റൊന്ന് മഹാരാഷ്ട്രയിലെ NCPയുടെ മന്ത്രിയായിരുന്ന ഹസൻ മുഷ്രിഫിന് പേരിലുള്ള കേസാണ്. അദ്ദേഹം NCPയിൽ നിന്ന് അജിത് പവാറിൻ്റെ NDA പക്ഷത്തുള്ള NCPയിലേക്ക് കൂറുമാറി. ഈ കേസ് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കോലാപൂരിലെ സാർ സേനാപതി സന്താജി ഗോർപ്പഡെ ഷുഗർ ഫാക്ടറി, ഈ കമ്പനിയിലുള്ള സാമ്പത്തിക ഇടപാടിലുള്ള ഇറഗുലാരിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED പരിശോധനയും കേസുമായി. ഫെബ്രുവരി 2023 അവിടെ ED റെയ്ഡ് നടത്തും. മുഷറഫിൻ്റെ വീട് റെയ്ഡ് ചെയ്യുന്നു. 2023 ജൂലൈ മാസത്തിൽ മുഷറഫ് NDA അജിത് പവാറിൻ്റെ NDAയിലേക്ക് മാറുന്നു. ഇപ്പോൾ അതോടുകൂടി കേസ് എല്ലാം അവസാനിപ്പിച്ചു. കോൾഡ് സ്റ്റോറേജിലാണ്. ഈ പഞ്ചസാര കമ്പനികളുമായി ബന്ധപ്പെട്ട് നടന്ന തട്ടിപ്പുകളൊക്കെ തന്നെ സൽപ്രവൃത്തിയായിട്ട് ED മാറ്റിയിരിക്കുന്നു. മറ്റൊന്ന് ഭാവന ഗവാലി. ഒരു കേസ് ശിവസേനയുടെ യവത്മാൽ വാഷിമിലെ പാർലമെൻറ്റ് അംഗമായ ഭാവന ഗവാലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവരുടെ വീടും ED റെയ്ഡ് നടത്തുകയും ഏതാണ്ട് 17 കോടിയുടെ ഇടപാടുകളിൽ തട്ടിപ്പുകൾ കണ്ടെത്തിയെന്നാണ് ED പറഞ്ഞത്. ഇവരുടെ മുഖ്യ സഹായിയായ സയ്യിദ് ഖാനുമായി ബന്ധപ്പെട്ട് 3,75,00,000 രൂപ വില മതിക്കുന്ന ഒരു കെട്ടിടം കൂടി ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിരുന്നു. അങ്ങനെ ഏകദേശം 20 കോടിയിൽ പരം രൂപയുടെ ആരോപണമാണ് നേരിട്ടത് ഭാവന ഗവാലി. പക്ഷേ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ശിവസേനയിൽ നിന്ന് മാറി NDA പക്ഷത്തുള്ള ഷിൻഡയുടെ പക്ഷത്തുള്ള NDAയിലേക്ക് മാറിയതോട് കൂടിയിട്ട് ഇപ്പോൾ എന്തായത്, അതായത് 2021 ED അവിടെ സെർച്ച് ചെയ്തു. സയ്യിദ് ഖാനെ 2021 അറസ്റ്റ് ചെയ്യുന്നു. 2021 നവംബറിൽ ED ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുന്നു. 2022 ജൂൺ ആയപ്പോഴത്തേക്കും ഇവർ NDAയിലേക്ക് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള NDAയിൽ ചേരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ അതോടുകൂടിയിട്ട് മറ്റൊരു ചാർജ് ഷീറ്റും ഇല്ല, അന്വേഷണമില്ല. ഇതിൻ്റെ തുടർ നടപടികളൊക്കെ തന്നെ അവസാനിപ്പിച്ച് ഈ കേസ് കോൾഡ് സ്റ്റോറേജിലേക്ക് വച്ചിരിക്കുന്നു. മറ്റൊന്ന് യാമിനി യശ്വന്ത് ജാദവുമായി ബന്ധപ്പെട്ടതാണ്. ഇവരും ശിവസേനയിൽ നിന്ന് നേരെ NDA പക്ഷത്തുള്ള ഷിൻഡെ പക്ഷത്തുള്ള ശിവസേനയിലേക്ക് മാറിയതാണ്. ഇവരുടെ പേരുള്ള കേസും ഇപ്പോൾ ഏതാണ്ട് കോൾഡ് സ്റ്റോറേജിലാണ്. പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ടിലെ FEMA ആക്ടിലുള്ള വയലേഷനാണ് ഇവരുടെ പേരുള്ള ആരോപണം. ഏതാണ്ട് 40 പ്രോപ്പർട്ടികളാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റിലെ നിയമത്തിൻ്റെ വൈരുദ്ധ്യം അത് മറികടന്നുകൊണ്ട് നടത്തിയിരിക്കുന്ന ഇടപാടിലൂടെ 40ഓളം പ്രോപ്പർട്ടികളാണ് ഇവർ കൈവശപ്പെടുത്തിയെന്ന് ആരോപിച്ചത് ED. ആ കേസ് അവർ NDAയിലേക്ക് മാറിയതോടുകൂടി കേസ് അവസാനിച്ചിരിക്കുന്നു. മറ്റൊന്ന് CM രമേശ്, അതായത് തെലുങ്കുദേശം പാർട്ടിയുടെ നേതാവ് CM രമേശ് BJPയിലേക്ക് മാറി 2019. ഇദ്ദേഹത്തിൻ്റെ എതിരെയുള്ള ആരോപണം 100 കോടിയുടെ ആരോപണമാണ്. അദ്ദേഹത്തിൻ്റെ അറിയപ്പെടുന്നത് തന്നെ ആന്ധ്ര മല്യ എന്നാണ്. വിജയ് മല്യയുടെ അപരനാമമായിട്ട് ആന്ധ്ര മല്യ എന്നാണ് ഈ CM രമേശ് അറിയപ്പെടുന്നത്. 100 കോടിയുടെ തട്ടിപ്പ് ആണ് ഇദ്ദേഹത്തിനെതിരെ ആരോപിച്ചത്. ഈ കേസ് ഇദ്ദേഹം BJPയിലേക്ക്, അതായത് IT റെയ്ഡാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒക്ടോബർ 18 റെയ്ഡ് നടത്തുന്നു. 2019 ജൂണിൽ ഇദ്ദേഹം BJPയിൽ ചേരുന്നു. അതോടുകൂടിയിട്ട് കേസ് അവസാനിച്ചിരിക്കുന്നു. മറ്റൊന്ന് റാണീന്ദർ സിംഗ് ആണ്. ഇദ്ദേഹം കോൺഗ്രസ്, അതായത് പഴയ പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിൻ്റെ മകനാണ്. അമരീന്ദർ സിംഗ് BJPയിലേക്ക് മാറിയതോടുകൂടി റാണീന്ദർ സിംഗിൻ്റെ പേരിലുള്ള കേസ് അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം FEMA വയലേഷനാണ്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ വയലേഷൻ IT എടുത്ത കേസാണ്. അദ്ദേഹം EDയും ഇദ്ദേഹത്തിനെതിരെ 2016 കേസെടുത്തിരിക്കുന്നു. 98 കോടി രൂപയുടെ ഇടപാട് ആണ് ആരോപിച്ചിരിക്കുന്നത്. അതായത് സിംബോളിക് ഷുഗേഴ്സ് എന്ന് പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് 98 കോടി രൂപയുടെ ആരോപണമാണ് ഉള്ളത്. അത് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് BJPയിൽ ചേർന്നതോടുകൂടി ആ കേസും അവസാനിപ്പിച്ചു. മറ്റൊന്ന് സമാജ്വാദി പാർട്ടിയുടെ നേതാവ് സഞ്ജയ് സേത്തുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇദ്ദേഹം 2019 BJPയിൽ ചേർന്നു. ഈ കേസ് ഉത്ഭവിച്ചത് 2015. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ റെയ്ഡ് നടത്തുന്നു. ഇദ്ദേഹത്തിൻ്റെ
വീട്ടിൽ നിന്നും പരിസര പ്രദേശത്തു നിന്നായിട്ട് കോടികളുടെ ആരോപണമാണ് ഇദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെട്ടത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ BJP ഇദ്ദേഹത്തെ, അതായത് ഈ ഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ട വ്യക്തിയെ കേസൊക്കെ അവിടെ വെച്ചുകൊണ്ട് രാജ്യസഭയിലേക്ക് അദ്ദേഹത്തിൻ്റെ പേര് ഇത്തവണ നാമനിർദ്ദേശം ചെയ്ത് അതേപോലെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. മറ്റൊന്ന്, സുവേന്ദു അധികാരിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്. ഇദ്ദേഹത്തിനെതിരെയുള്ള പ്രധാനപ്പെട്ട ചാർജ് നാരദ സ്റ്റിംഗ് ഓപ്പറേഷനിൽ ഇദ്ദേഹം അടക്കമുള്ള 11 ആളുകൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നത്. ഇദ്ദേഹം 2017 ഏപ്രിൽ മാസത്തിൽ CBI ഇദ്ദേഹത്തിനെതിരെ നാരദ സ്റ്റിംഗ് കേസിൽ അന്വേഷണം നടത്തി. 2019 ഏപ്രിൽ മാസത്തിൽ CBI ഇദ്ദേഹത്തിനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി തേടി. BJPയിൽ ചേരുന്നു 2020. അതോടുകൂടിയിട്ട് ആ കേസ് അവസാനിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ആ കേസിനെ പറ്റി യാതൊരു വിവരവുമില്ല. മറ്റൊന്ന് ഗീതയാണ്. അവർ YSR കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ്. അവർ BJPയിൽ 2019 ചേരുന്നു. കേസ് എന്താണെന്ന് വെച്ചാൽ YSR കോൺഗ്രസ് പാർട്ടിയുടെ MP ഇവരെക്കുറിച്ചുള്ള കേസ് 42 കോടി രൂപ പഞ്ചാബ് നാഷണൽ ബാങ്കിനെ തട്ടിപ്പ് നടത്തി പറ്റിച്ച് ആ പണം വ്യാജമായിട്ടുള്ള ഡോക്യുമെൻ്റ് വെച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തിയതാണ്. ഇപ്പോൾ അവർ BJPയിൽ ചേർന്നതോടുകൂടി ആ കേസ് ഇപ്പോൾ കാണാനില്ല. ഗീതയെക്കുറിച്ചുള്ള കേസും ED ഏതാണ്ട് ഒഴിവാക്കിയ രൂപത്തിലാണ്. മറ്റൊന്ന്, സോവൻ ചാറ്റർജി. അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് 2018 BJPയിലേക്ക് മാറിയ വ്യക്തിയാണ്. ഇദ്ദേഹത്തിനെതിരെയും ED കേസെടുത്തു. ശാരദ ചിറ്റ് ഫണ്ടുമായി ബന്ധപ്പെട്ട കേസിൽ കോടികളുടെ ആരോപണം നേരിട്ട വ്യക്തിയാണ്. ഇദ്ദേഹം ഏപ്രിൽ 2017 ഇദ്ദേഹത്തിനെതിരെ CBI ചാർജ് ഷീറ്റ് കൊടുത്തതാണ്. 2018 നവംബറിൽ കേസ് രജിസ്റ്റർ ചെയ്തു. 2019 ആഗസ്റ്റിൽ ഇദ്ദേഹം BJPയിൽ ചേരുന്നു. 2021 ഇദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കുന്നു. BJPയിൽ നിന്ന് വീണ്ടും മാറുന്നു. മെയ് 2021 വീണ്ടും അദ്ദേഹത്തെ CBI അറസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ കേസ് വളരെ ഗൗരവമായി മുന്നോട്ട് പോവുകയാണ്. നോക്കണം, അപ്പോൾ BJP ചേർന്നപ്പോൾ കേസ് നിന്നു. ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്ന് പറഞ്ഞ പോലെ ഇത് കേസ് BJP ചേർന്നപ്പോൾ കേസ് അവിടെ വെച്ചു. വീണ്ടും BJPയിൽ നിന്ന് സീറ്റ് നിഷേധിച്ച് പുറത്ത് വന്നപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള കേസ് ഇപ്പോൾ ഗുരുതരമായിട്ട് ട്രയൽ നടക്കുകയാണ്. മറ്റൊന്ന് ഛഗൻ ഭുജ്ബലാണ്. ഇദ്ദേഹം NCPയിൽ നിന്ന് BJPയുടെ നേതൃത്വത്തിലുള്ള, അതായത് BJP NDA പക്ഷത്തുള്ള NCPയിലേക്ക് ചേർന്ന ആളാണ്. അജിത് പവാറിനോടൊപ്പം. ഇദ്ദേഹത്തിനെതിരെയുള്ള കേസ് 100 കോടി രൂപയുടെ ഈ കരാർ ഇടപാടുകളിൽ 100 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് ഛഗൻ ഭുജ്ബലിനെതിരെ ED ആരോപിച്ചത്. 2016 കേസെടുത്തത്. 2016 ഏപ്രിലിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്നു. 2021 സെപ്റ്റംബർ മാസത്തിൽ ഇദ്ദേഹത്തിന് സ്പെഷ്യൽ കോടതിയിൽ നിന്ന് ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുക്കുന്നു. ഇത് 2023 ജൂലൈ മാസത്തിൽ BJPയിൽ NDAയിൽ ചേർന്നു. 2023 നവംബർ മാസത്തിൽ സ്പെഷ്യൽ കോർട്ട് സേസ് കേസ് മൂവിങ് അറ്റ് 2023 നവംബർ മാസത്തിൽ ഇത് അന്വേഷിക്കുന്ന, ഇത് കേസ് വിചാരണ ചെയ്യുന്ന പ്രത്യേക കോടതി ഈ കേസ് ഒച്ചയിഴയുന്ന പോലെയാണ് നീങ്ങുന്നതെന്ന് പറയുന്നു. ആ കേസ് ഇപ്പോഴും ഒച്ചയിഴയുന്നത് പോലെ മുന്നോട്ട് പോവുകയാണ്. കാരണം മറ്റൊന്നുമല്ല, അഴിമതി ഇല്ലാതായി പോയതല്ല, ഛഗൻ ഭുജ്ബൽ NDA പക്ഷത്തേക്ക് ചേർന്നിരിക്കുന്നു. മറ്റൊരു കേസ് കൃപാശങ്കർ സിംഗ് ആണ്. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് മാറിയാണ്. 2021 ഇദ്ദേഹത്തിൻ്റെ കേസും ഇതേപോലെ തന്നെ BJPയിലേക്ക് മാറിയതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. മറ്റൊന്ന് ദിഗംബർ കാമത്താണ്. ഇദ്ദേഹം കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് മാറി. ഇദ്ദേഹം ഗോവയിലെ മുൻ മുഖ്യമന്ത്രിയാണ്. ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണവും ഗുരുതരമായ കോടിക്കണക്കിന് രൂപയുടെ ആരോപണമായിരുന്നു. 2022 സെപ്റ്റംബർ മാസത്തിൽ ഈ ആരോപണ വിധേയനായ കാമത്ത് 8 കോൺഗ്രസ് MLAമാരുമായി BJPയിലേക്ക് ചേർന്നതോടുകൂടിയിട്ട് ഇപ്പോൾ ആ കേസ് ഒച്ചയെഴുന്നത് പോലെ തന്നെയാണ്. അഴിമതി അല്ലാതായി പോകുന്നു. കാരണം BJPയിലേക്ക് ചേർന്നിരിക്കുന്നു. മറ്റ് പ്രധാനപ്പെട്ട കേസുകൾ ഇതേപോലെ ഇല്ലാതായി പോയത് അശോക് ചവാൻ. അദ്ദേഹം BJPയിലേക്ക് കുടിയേറിയ ആളാണ് അടുത്ത കാലത്ത്. അതേപോലെ തന്നെ നവീൻ ജിണ്ടൽ, അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് മാറിയ ആളാണ്. മറ്റൊന്ന് തപസ് റോയാണ്, തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് മാറിയ ആളാണ്. മറ്റൊന്ന് അർച്ചന പാട്ടീലാണ്. അവർ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് കൂറുമാറിയിരിക്കുന്നു. അവർക്കെതിരെയും ഗുരുതരമായ ആരോപണമാണുള്ളത്. ഈ കേസുകളൊക്കെ, അതേപോലെ ഗീത കൊടുക്ക, അവർ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് മാറിയ ആളാണ്. മറ്റൊന്ന് ബാബ സിദ്ദിഖിയാണ്, CPയുടെ BJP പക്ഷത്തേക്ക് മാറിയിരിക്കുന്നു. മറ്റൊരാൾ ജ്യോതി മറയാണ്, അവരും കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് മാറിയ ആളാണ്. മറ്റൊന്ന് സുജാന ചൗധരിയാണ്, തെലുങ്കുദേശം പാർട്ടിയിൽ നിന്ന് BJPയിലേക്ക് മാറിയ ആളാണ്. അങ്ങനെ ഈ ആളുകളൊക്കെ തന്നെ കോൺഗ്രസിൽ നിന്നോ, തൃണമൂൽ കോൺഗ്രസിൽ നിന്നോ, സമാജ്വാദി പാർട്ടിയിൽ നിന്നോ, NCPയിൽ നിന്നോ, അങ്ങനെ ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് BJPയിലേക്ക് ചേരുന്നതോടുകൂടി കേസുകളില്ലാതായി പോയ ആളുകളാണ്.
അപ്പോൾ കേസ് EDയുടെ കേസ് വരിക, CBIയുടെ കേസ് വരിക, ആ കേസിനെ ഭയപ്പെട്ടുകൊണ്ട് മറ്റ് പാർട്ടികളിലേക്ക് ചാടുകയാണ്. അപ്പോൾ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്നൊരു പേരാണ് ലാലു പ്രസാദ് യാദവ്. അദ്ദേഹം BJPക്കെതിരെ കടുത്ത നിലപാടെടുത്തതിനെ തുടർന്ന് ഇതേപോലെയുള്ള കള്ളക്കേസുകൾ എടുത്ത് നിരന്തരമായി വേട്ടയാടിയിട്ടും അതീവ ഗുരുതരമായ അസുഖവുമായി ആശുപത്രിയിൽ കിടന്നിട്ടും ഇത്തരത്തിലുള്ള പ്രലോഭനത്തിന് വഴങ്ങാതെ ജയിലിൽ കിടന്നാലും വേണ്ടിയില്ല, BJPയിൽ ചേരില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ നിലപാടിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഏതായാലും ഇതാണ് BJPയിലേക്ക് ചേരുന്ന ആളുകൾക്ക് കേസില്ല, BJP വിട്ടാൽ കേസാണ്. EDയെയും CBIയെയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെയും ചൂഷണം ചെയ്തുകൊണ്ട്, ദുരുപയോഗം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യുകയാണ്. അതോടൊപ്പം കേരളത്തിലും അതുതന്നെയാണ്. കള്ളപ്പണത്തിൻ്റെ കാര്യത്തിൽ, കൊടകര കള്ളപ്പണത്തിൻ്റെ കാര്യത്തിൽ കിട്ടിയിട്ടും അന്വേഷിക്കാത്ത ഏജൻസിയാണ്. ഇതൊക്കെ രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നന്ദി, നമസ്കാരം.